ഒരു ക്രൈം ത്രില്ലർ സിനിമയിലെ ഏറ്റവും ഉദ്വേഗജനകമായ ഒരു അന്വേഷണ രംഗം നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാതെ നടന്ന ഒരു കൊലപാതകം. കൊലയാളി ആരാണെന്നറിയാതെ ഇരുട്ടിൽ തപ്പുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ. ഒടുവിൽ സംഭവസ്ഥലത്തുനിന്ന് അവർക്ക് വളരെ നിർണായകമായൊരു തെളിവ് ലഭിക്കുന്നു. മറ്റൊന്നുമല്ല, കൊലയാളിയുടേതെന്ന് സംശയിക്കപ്പെടുന്ന ഒരു വിരലടയാളം. ആ ഒറ്റ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ യഥാർത്ഥ പ്രതിയിലേക്ക് എത്തിച്ചേരുന്നു. കാരണം ഈ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരുണ്ടെങ്കിലും ഒരാളുടെ വിരലടയാളം മറ്റൊരാളുടേതുമായി ഒരിക്കലും സാമ്യപ്പെടുന്നില്ല എന്ന ശാസ്ത്രീയ സത്യം തന്നെ. മനുഷ്യന്റെ വിരലടയാളങ്ങൾ ഓരോന്നും തികച്ചും വ്യത്യസ്തവും സവിശേഷവുമാണെന്ന ഈ അറിവ് ആധുനിക ശാസ്ത്രം വളരെ അടുത്ത കാലത്ത് മാത്രം കണ്ടെത്തിയ ഒന്നാണ്. എന്നാൽ ശാസ്ത്രം ഇത് കണ്ടെത്തുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ, ഏതാണ്ട് 1400 വർഷങ്ങൾക്ക് മുൻപ് അവതരിച്ച ഖുർആനിൽ മനുഷ്യന്റെ ഫിംഗർ പ്രിന്റുകളെക്കുറിച്ചുള്ള ഈ അത്ഭുതകരമായ ശാസ്ത്രസത്യം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? തീർച്ചയായും അങ്ങനെയൊരു വാദം നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാകും. മതപ്രഭാഷണ വേദികളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ആ അവകാശവാദത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുത എന്താണെന്നാണ് നമ്മളിന്ന് അന്വേഷിക്കാൻ പോകുന്നത്. ഖുർആനിൽ ശാസ്ത്രമുണ്ട് എന്ന് വാദിക്കുന്നവരും അത് വിശ്വസിക്കുന്നവരും ഈ ഫിംഗർ പ്രിന്റ് ശാസ്ത്രം തെളിയിക്കാനായി പ്രധാനമായും എടുത്തുകാണിക്കുന്നത് ഖുർആനിലെ 75-ാം അധ്യായത്തിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ്. സത്യം എന്താണെന്ന് കണ്ടെത്താൻ ആ വചനങ്ങളിലൂടെയും അതിന്റെ അവതരണ പശ്ചാത്തലങ്ങളിലൂടെയും നമുക്കൊന്ന് സഞ്ചരിക്കാം. ഖിയാമത്ത് നാൾ അഥവാ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു, ആക്ഷേപക്കാരിയായ ആത്മാവിനെക്കൊണ്ടും ഞാൻ സത്യം ചെയ്തു പറയുന്നു എന്നാണ് ആ വചനങ്ങൾ ആരംഭിക്കുന്നത്. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ മനുഷ്യരായ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് മറ്റൊരാൾ അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് സത്യമാണെന്ന് തറപ്പിച്ചു പറയാനായി ചില സത്യം ചെയ്യലുകൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ ദൈവം മനുഷ്യരെക്കൊണ്ട് കാര്യങ്ങൾ വിശ്വസിപ്പിക്കാൻ വേണ്ടി തന്റെ തന്നെ സൃഷ്ടികളായ ഖിയാമത്ത് നാളിനെയും മനുഷ്യന്റെ മനസ്സിനെയുമൊക്കെ കൂട്ടുപിടിച്ച് സത്യം ചെയ്തു പറയുന്ന ഒരു ശൈലിയാണ് ഈ വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഖുർആനിലുടനീളം ഇത്തരം സത്യം ചെയ്യലുകൾ വളരെ സാധാരണമായി കാണാം. തുടർന്ന് ആ വചനങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ ഗണിച്ചുകൊണ്ടിരിക്കുന്നുവോ, അവന്റെ എല്ലുകൾ നാം ഒരുമിച്ച് കൂട്ടുന്നതേ അല്ല എന്ന്. അങ്ങനെയല്ല, അവന്റെ വിരൽ തലപ്പുകളെപ്പോലും ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവരായിക്കൊണ്ട് നാം അത് ചെയ്യും. ഇതാണ് ആ അവകാശവാദത്തിന്റെ ആധാരമായ വാക്യം. അതായത്, മരിച്ചു മണ്ണടിഞ്ഞ മനുഷ്യന്റെ അസ്ഥികൾ വീണ്ടും ഒന്നിപ്പിക്കാൻ ദൈവത്തിന് കഴിയില്ല എന്ന് മനുഷ്യൻ കരുതുന്നുണ്ടോ? അവന്റെ ഏറ്റവും ചെറിയ അസ്ഥികളായ വിരൽ തലപ്പുകൾ പോലും പൂർവ്വസ്ഥിതിയിലാക്കാൻ അല്ലാഹുവിന് കഴിയും എന്നാണ് ഈ വചനം അർത്ഥമാക്കുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതിലെവിടെയാണ് വിരലടയാളം അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് എന്ന് സ്വാഭാവികമായും നമുക്ക് തോന്നും. അതെ, അവിടെയാണ് ഈ വചനത്തിന്റെ യഥാർത്ഥ അവതരണ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിക ചരിത്രകാരനായ വാഹിദി ഈ വചനത്തിന്റെ പശ്ചാത്തലം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 14 നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള അറേബ്യൻ മണലാരണ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അദീജ് ഇബ്നു റബീഅ എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഒരിക്കൽ മുഹമ്മദ് നബിയുടെ അടുക്കൽ വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു: ഈ പറയുന്ന ഉയർത്തെഴുന്നേൽപ്പ് നാളിനെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരൂ. അതപ്പോഴാണ് സംഭവിക്കുക? അതെങ്ങനെയായിരിക്കും? ഇതായിരുന്നു ആ ചോദ്യം. പ്രവാചകൻ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകി. എന്നാൽ അതൊന്നും ഉൾക്കൊള്ളാൻ അദീജിന് കഴിഞ്ഞില്ല. വളരെ പരിഹാസത്തോടെ അയാൾ പറഞ്ഞു: ഓ മുഹമ്മദ്, ആ പറയുന്ന ദിവസം ഞാൻ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് നേരിൽ കണ്ടാൽ പോലും നീ ഈ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. ദ്രവിച്ചുപോയ ഈ അസ്ഥികളെയെല്ലാം വീണ്ടും ഒരുമിച്ച് കൂട്ടാൻ നിന്റെ അല്ലാഹുവിന് കഴിയുമെന്നോ? ഒരിക്കലുമില്ല. അദീജിന്റെ ഈ പരിഹാസത്തിനും സംശയത്തിനും മറുപടിയായിക്കൊണ്ടാണ് ദൈവം ഈ വാക്യം അവതരിപ്പിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത്. അല്ലാതെ കോടിക്കണക്കിന് മനുഷ്യരുടെ വിരലടയാളങ്ങൾ വ്യത്യസ്തമാണ് എന്ന ആധുനിക ശാസ്ത്രസത്യം ലോകത്തെ അറിയിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു വചനമേയല്ല ഇത് എന്ന് സാമാന്യബുദ്ധിയുള്ള ആർക്കും ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. എങ്കിലും നമുക്ക് കൂടുതൽ ആഴത്തിൽ തന്നെ ഇതിനെ പരിശോധിക്കാം. ഇസ്ലാമിലെ ക്ലാസിക്കൽ കാലഘട്ടത്തിലെ പ്രഗത്ഭരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ അഥവാ മുഫസ്സിറുകൾ ഈ വചനത്തെ എങ്ങനെയാണ് കണ്ടത് എന്ന് നോക്കാം. ഏറ്റവും ആധികാരികമായ അമാനി തഫ്സീറിൽ പറയുന്നത് ശ്രദ്ധിക്കുക: അവന്റെ അസ്ഥികളെ മുഴുവനും ഒരുമിച്ചുകൂട്ടി അവനെ നാം പുനർജീവിപ്പിക്കുന്നതാണ്. നാം അത് ചെയ്യില്ലെന്നോ നമുക്കതിന് കഴിയുകയില്ലെന്നോ അവൻ ഭാവിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത അവൻ മാറ്റിവെച്ചേക്കുക. അവന്റെ വിരൽ തലപ്പുകൾ അഥവാ ഓരോ സന്ധ്യല്ലും അതതിന്റെ സ്ഥാനത്ത് വെച്ച് ശരിപ്പെടുത്തിക്കൊണ്ടുതന്നെ അവനെ പുനർജീവിപ്പിക്കാൻ അല്ലാഹുവിന് കഴിയും. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഇവിടെ വിരൽ തലപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിരലിലെ ചെറിയ അസ്ഥികളെയാണ്, അല്ലാതെ വിരലിന്റെ തൊലിപ്പുറത്തുള്ള അടയാളങ്ങളെയല്ല. ബല, നുസവ്വിയ, ബനാനഹു തുടങ്ങിയ അറബി വാക്കുകൾക്ക് യഥാക്രമം കഴിവുള്ളവരായിക്കൊണ്ട് ശരിപ്പെടുത്തുവാൻ വിരൽ തലപ്പുകൾ അല്ലെങ്കിൽ സന്ധ്യലുകൾ എന്ന് തന്നെയാണ് അവർ അർത്ഥം നൽകിയിട്ടുള്ളത്. ഇനി ജലാലൈനി തഫ്സീറിലേക്ക് വന്നാൽ അവിടെയും സമാനമായ വ്യാഖ്യാനം തന്നെ കാണാം. വിരലുകളിലെ അസ്ഥികൾ വളരെ ചെറുതായിരുന്നിട്ടുകൂടി അവയെ പഴയതുപോലെ പുനഃസ്ഥാപിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ
അതിലും വലുതായ മറ്റസ്ഥികളെ യോജിപ്പിക്കാൻ എത്ര എളുപ്പമായിരിക്കും എന്നാണ് ജലാലൈനി ചോദിക്കുന്നത്. ഒരുപക്ഷെ മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിയിലാണെന്ന ശാസ്ത്രസത്യം ആ വ്യാഖ്യാതാവിന് അറിയാമായിരുന്നെങ്കിൽ വിരൽത്തുമ്പിലെ അസ്ഥിക്ക് പകരം ചെവിയിലെ അസ്ഥിയുടെ കാര്യം അദ്ദേഹം പറഞ്ഞേനെ. അതുപോലെ ഇബ്നു അബ്ബാസിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് അല്ലാഹു ഉദ്ദേശിച്ചാൽ മനുഷ്യന്റെ വിരലുകളെ ഒട്ടകത്തിന്റെയോ മറ്റു മൃഗങ്ങളുടെയോ കുളമ്പുകൾ പോലെയാക്കി മാറ്റാൻ പോലും അവന് കഴിയും എന്നാണ്. ഇബ്നു കസീറും പറയുന്നത് ഇതിന് സമാനമായ കാര്യമാണ്. അല്ലാഹു വിചാരിച്ചാൽ മനുഷ്യന്റെ വിരലുകളുടെ അഗ്രമെല്ലാം ഒരേ നീളത്തിൽ തുല്യമാക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസമായ പുനർജന്മത്തെക്കുറിച്ചുള്ള ഒരു സംശയത്തിന് നൽകുന്ന മറുപടി മാത്രമാണിത്. ഒരാൾ കടലിൽ വീണ് മരിച്ചാലും മൃഗങ്ങൾ കൊന്നു തിന്നാലും അതല്ലെങ്കിൽ കത്തിച്ചാമ്പലായി മണ്ണോട് മണ്ണ് ചേർന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും ആ മനുഷ്യന്റെ ശരീരത്തിലെ ദ്രവിച്ചുപോയ അസ്ഥികളെ ഒന്നുകൂടി കൂട്ടിച്ചേർത്ത് പഴയ രൂപത്തിൽ ജീവൻ നൽകാൻ ദൈവത്തിന് അപാരമായ കഴിവുണ്ട് എന്ന് സമർത്ഥിക്കുകയാണ് ഈ വചനം ചെയ്യുന്നത്. നാം ഈ പറഞ്ഞ ക്ലാസിക്കൽ വ്യാഖ്യാനങ്ങളിലോ അല്ലെങ്കിൽ ആധുനിക വ്യാഖ്യാതാവായ മൗദൂദിയുടെ തഫ്ഹീമുൽ ഖുർആനിലോ എന്തിന് ഒരു ഫിഖ്ഹ് ഗ്രന്ഥത്തിൽ പോലുമോ ഈ വചനത്തിന് വിരലടയാളമെന്നോ ഫിംഗർ പ്രിന്റ് എന്നോ അർത്ഥം നൽകിയതായി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇതാണ് ഏറ്റവും വലിയ വസ്തുത. പിന്നെ എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഈ വിരലടയാള ശാസ്ത്രം ഖുർആനിലേക്ക് കടന്നുവന്നത്? ഇവിടെയാണ് ആധുനിക മതവക്താക്കൾ നടത്തുന്ന അതിവിദഗ്ധമായൊരു സർക്കസ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവർ ചെയ്യുന്നത് പ്രധാനമായും 2 കള്ളത്തരങ്ങളാണ്. ഒന്നാമതായി, തികച്ചും വ്യക്തമായ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ, അതായത് പുനർജന്മത്തെ പരിഹസിച്ച ഒരാൾക്കുള്ള മറുപടിയായി അവതരിച്ച ഒരു വചനത്തെ അതിന്റെ യഥാർത്ഥ സന്ദർഭത്തിൽ നിന്നും അവർ അടർത്തിമാറ്റുന്നു. രണ്ടാമതായി, തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വാക്കുകളുടെ അർത്ഥം വളച്ചൊടിക്കുന്നു. ഉദാഹരണത്തിന്, നുസവ്വിയ എന്ന വാക്കിന് ക്ലാസിക്കൽ പണ്ഡിതന്മാർ നൽകിയ അർത്ഥം ശരിപ്പെടുത്തുക അല്ലെങ്കിൽ നേരെയാക്കുക എന്നാണ്. എന്നാൽ ആധുനിക വ്യാഖ്യാതാക്കൾ അതിനെ വ്യത്യാസപ്പെടുത്തുക എന്ന് മാറ്റിയെഴുതി. അതുപോലെ ബനാനഹു എന്ന വാക്കിന് വിരൽ തുമ്പുകൾ എന്നതിനു പകരം വിരലടയാളം എന്നും അർത്ഥം നൽകി. അതോടെ വിരലടയാളങ്ങളെ വ്യത്യാസപ്പെടുത്തുന്നു എന്ന പുതിയൊരു ശാസ്ത്രവാക്യം അവിടെ ജനിക്കുകയാണ്. തികച്ചും അർത്ഥം മാറ്റിയും സന്ദർഭം മാറ്റിയും സാധാരണക്കാരായ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരിപാടിയാണിത്. എന്തുകൊണ്ടായിരിക്കും മതപണ്ഡിതന്മാർ ഖുർആനിൽ ഇത്തരം സയന്റിഫിക് മിറാക്കിളുകൾ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ഇത്രയധികം കഷ്ടപ്പെടുന്നത്? ഇതിനു പിന്നിൽ വളരെ കൃത്യമായ ഒരു ചരിത്രവും മനഃശാസ്ത്രവുമുണ്ട്. 17 നൂറ്റാണ്ടുകളോളം ലോകത്ത് ഇത്തരത്തിലുള്ള ഒരു അവകാശവാദവും ഒരു മതവും ഉന്നയിച്ചിരുന്നില്ല. എന്നാൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെയും ലോകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ശാസ്ത്രം വലിയ കുതിച്ചുചാട്ടങ്ങൾ നടത്തി. ഒരു കാര്യം സത്യമാണെന്ന് അംഗീകരിക്കണമെങ്കിൽ അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടണം എന്നൊരു പൊതുബോധം സമൂഹത്തിൽ ശക്തമായി. മനുഷ്യന്റെ ചിന്താമണ്ഡലത്തിൽ ശാസ്ത്രം ഒരു അന്തിമ അതോറിറ്റിയായി മാറി. ഇതോടെ മതങ്ങൾ വലിയൊരു ബൗദ്ധിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാൻ തുടങ്ങി. മതഗ്രന്ഥങ്ങളിലെ പല കാര്യങ്ങളും ശാസ്ത്രവിരുദ്ധമാണെന്ന വിമർശനങ്ങൾ ഉയർന്നുവന്നു. തങ്ങൾ പിന്നോക്കമാണോ എന്നൊരു അപകർഷതാബോധം മതങ്ങളെ വേട്ടയാടി. ഈ വലിയൊരു പ്രതിസന്ധിയെ മറികടക്കാൻ മതത്തെയും വിശ്വാസത്തെയും ആധുനിക ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പ്രതിരോധിക്കാൻ വേണ്ടി കണ്ടെത്തിയ എളുപ്പവഴിയായിരുന്നു ഈ പറയുന്ന സയന്റിഫിക് മിറാക്കിൾ വാദങ്ങൾ. നിങ്ങളിപ്പോൾ കണ്ടെത്തിയെന്ന് പറയുന്ന ഈ ശാസ്ത്രമൊക്കെ ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപേ പറഞ്ഞുവെച്ചിട്ടുണ്ട് എന്ന് സ്ഥാപിച്ചെടുത്ത് മതത്തിന്റെ പ്രസക്തി നിലനിർത്താനുള്ള ഒരു ഡെസ്പറേറ്റ് ശ്രമം മാത്രമാണിത്. ഏറ്റവും രസകരമായ കാര്യം ഇതൊരു ഇസ്ലാമിക പ്രതിഭാസം മാത്രമല്ല എന്നതാണ്. ലോകത്തെ എല്ലാ പ്രധാന മതങ്ങളും ഇതേ പാറ്റേൺ തന്നെയാണ് പിന്തുടരുന്നത്. ക്രിസ്തുമതത്തിന്റെ കാര്യം തന്നെ എടുക്കുക. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള ബിഗ് ബാങ് തിയറി ബൈബിളിൽ നേരത്തെ തന്നെയുണ്ടെന്നാണ് അവരുടെ വാദം. ദൈവം ലോകത്തെ സൃഷ്ടിച്ച 6 ദിവസങ്ങൾ എന്നത് യഥാർത്ഥത്തിൽ 6 കോസ്മിക് കാലഘട്ടങ്ങളാണെന്ന് അവർ വ്യാഖ്യാനിക്കുന്നു. DNA-യുടെ സങ്കീർണത ദൈവത്തിന്റെ അസ്തിത്വത്തിനുള്ള ഏറ്റവും വലിയ തെളിവാണെന്നും ആധുനിക ലോകത്തെ പല കണ്ടുപിടുത്തങ്ങളും രാജ്യങ്ങളുടെ മാറ്റങ്ങളുമൊക്കെ ബൈബിളിൽ മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടതാണെന്നും അവർ അവകാശപ്പെടുന്നു. ഇനി ഹൈന്ദവ മതത്തിലേക്ക് വന്നാലോ, അവിടെ ഇതിലും വലിയ ശാസ്ത്രങ്ങളാണ് അവകാശപ്പെടുന്നത്. ഋഗ്വേദത്തിൽ ബിഗ് ബാങ് തിയറിയുണ്ടെന്നും റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിക്കുന്നതിനും സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ പുഷ്പക വിമാനങ്ങളിലൂടെ ഇവിടെ വ്യോമഗതാഗതമുണ്ടായിരുന്നുവെന്നും അവർ വാദിക്കുന്നു. ആധുനിക ജനറ്റിക്സിനെക്കുറിച്ചുള്ള അറിവുകൾ ആയുർവേദത്തിന് വളരെ മുൻപേ തന്നെയുണ്ടായിരുന്നു. ഗണപതിയുടെ തലവെട്ടി മാറ്റിയതിനു ശേഷം ആനയുടെ തല വെച്ചുപിടിപ്പിച്ചത് ലോകത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറിയോ അല്ലെങ്കിൽ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയോ ആണെന്നാണ് ചിലരുടെ വാദം. ആധുനിക വൈദ്യശാസ്ത്രത്തിനു പോലും ഇന്നുവരെ പൂർണ്ണതയിലെത്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണിത്. അതുപോലെ മഹാഭാരതത്തിലെ 100 കൗരവർ ജനിച്ചത് ടെസ്റ്റ് ട്യൂബ് ശിശുക്കളായാണ് എന്ന വാദം വരെയുണ്ട്. ഈ 3 മതങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങളുടെ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചോ? എല്ലാം വളരെ സമാനമാണ്. ആദ്യം ആധുനിക ശാസ്ത്രം ഒരു പുതിയ കാര്യം കണ്ടുപിടിക്കുന്നു. അപ്പോൾ മതങ്ങൾക്ക് തങ്ങളുടെ നിലനിൽപ്പിൽ ഭയം തോന്നുന്നു. ഉടനെ അവർ തങ്ങളുടെ പഴയ മതഗ്രന്ഥങ്ങളിലെ ഏതെങ്കിലും ഒരു കവിതയോ വരികളോ എടുത്ത് പുതിയ ശാസ്ത്രത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. എന്നിട്ട് കണ്ടോ,
ഇതെല്ലാം ഞങ്ങൾക്ക് പണ്ടേ അറിയാമായിരുന്നു എന്ന് അഭിമാനിക്കുന്നു. എന്നാൽ അക്കാഡമിക് ലോകം വളരെ പുച്ഛത്തോടെയാണ് ഈ റെട്രോഫിറ്റിംഗ് പരിപാടിയെ കാണുന്നത്. നടന്നുകഴിഞ്ഞ ഒരു കാര്യത്തെ മുൻകാലത്ത് എഴുതപ്പെട്ട ഒന്നുമായി കൂട്ടിക്കെട്ടുന്ന ഈ പ്രക്രിയയ്ക്ക് ശാസ്ത്രീയമായ യാതൊരു അടിസ്ഥാനവുമില്ല. ഇസ്ലാമിക ലോകത്ത് ഈ സയൻസ്വാദത്തിന് ഇത്രയധികം പ്രചാരം നൽകിയതിനു പിന്നിൽ വലിയൊരു സംഘടിത ശ്രമം തന്നെ നടന്നിട്ടുണ്ട്. അതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്നത് അബ്ദുൽ മജീദ് അൽ സിന്ദാനി എന്ന യമൻ പണ്ഡിതനായിരുന്നു. ഖുർആനിലെ ശാസ്ത്ര സൂചനകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം 1984 സൗദി അറേബ്യയിൽ മുസ്ലിം വേൾഡ് ലീഗിന്റെ പിന്തുണയോടെ ഒരു വലിയ ഓർഗനൈസേഷൻ തന്നെ അദ്ദേഹം സ്ഥാപിച്ചു. ഇതിന് പിന്നിൽ വലിയൊരു അജണ്ടയുണ്ടായിരുന്നു. അമേരിക്കൻ ട്രഷറി വകുപ്പ് പിന്നീട് ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച ഒസാമ ബിൻ ലാദന്റെ ആത്മീയ ഉപദേശകൻ കൂടിയായിരുന്ന സിന്ദാനി ഇതിനായി കോടിക്കണക്കിന് $പെട്രോ ഒഴുക്കിയത്. പുള്ളിയുടെ പ്രവർത്തന രീതി വളരെ ലളിതവും എന്നാൽ തന്ത്രപരവുമായിരുന്നു. എംബ്രിയോളജി, ജിയോളജി, കോസ്മോളജി തുടങ്ങിയ മേഖലകളിലെ പ്രശസ്തരായ പാശ്ചാത്യ ശാസ്ത്രജ്ഞരെ വലിയ ഓഫറുകളും 5 സ്റ്റാർ സൗകര്യങ്ങളും നൽകി അറബ് രാജ്യങ്ങളിലെ കോൺഫറൻസുകളിലേക്ക് ക്ഷണിച്ചുവരുത്തും. അറബി ഭാഷ തീരെ അറിയാത്ത ഈ ശാസ്ത്രജ്ഞരുടെ മുൻപിൽ ഖുർആൻ വചനങ്ങളെ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് അവതരിപ്പിക്കും. അതിലെ ചില ഭാഗങ്ങൾ കേൾക്കുമ്പോൾ ഓ, ഇത് അത്ഭുതം തന്നെയാണല്ലോ എന്ന് മര്യാദയുടെ പേരിലോ അല്ലെങ്കിൽ കേട്ട വിവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലോ അവർ ചിലപ്പോൾ പ്രതികരിച്ചേക്കാം. ആ ഒരൊറ്റ വാചകം മതിയായിരുന്നു സിന്ദാനിക്കും സംഘത്തിനും. ആ പ്രതികരണങ്ങൾ വീഡിയോകളായും പുസ്തകങ്ങളായും ലോകമെമ്പാടും അവർ പ്രചരിപ്പിച്ചു. പാശ്ചാത്യ ശാസ്ത്രജ്ഞർ ഖുർആനിലെ അത്ഭുതം അംഗീകരിക്കുന്നു എന്ന തലക്കെട്ടിൽ അതെല്ലാം വ്യാപകമായി വിറ്റഴിക്കപ്പെട്ടു. പിന്നീട് തങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്നും തങ്ങളുടെ വാക്കുകളെ സന്ദർഭത്തിൽ നിന്നും അടർത്തിമാറ്റി ഉപയോഗിക്കുകയായിരുന്നുവെന്നും പല ശാസ്ത്രജ്ഞരും പരസ്യമായി വിളിച്ചു പറഞ്ഞിട്ടും ആ പ്രൊപ്പഗണ്ട അതിന്റേതായ ലക്ഷ്യം കണ്ടുകഴിഞ്ഞിരുന്നു. ചുരുക്കത്തിൽ മതഗ്രന്ഥങ്ങളെ അവയുടെ യഥാർത്ഥ ചരിത്ര സന്ദർഭത്തിൽ നിന്ന് അടർത്തിമാറ്റി ആധുനിക ശാസ്ത്രത്തിന്റെ പാഠപുസ്തകങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ആ ഗ്രന്ഥങ്ങളോടും ശാസ്ത്രത്തോടും ചെയ്യുന്ന വലിയൊരു അനീതിയാണ്. വിശ്വാസമെന്നത് ഒരു വ്യക്തിയുടെ വൈകാരികവും ആത്മീയവുമായ തലമാണ്. അതിന് ശാസ്ത്രത്തിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. എന്നാൽ അത്യാധുനിക ശാസ്ത്രസത്യങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ തങ്ങൾക്കറിയാമായിരുന്നു എന്ന് വാദിക്കുന്നത് കേവലം വീമ്പുപറച്ചിലുകൾക്കപ്പുറം മറ്റൊന്നുമായി കാണാൻ സാധിക്കില്ല. കാര്യങ്ങളെ യുക്തിസഹജമായി ചിന്തിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം. ഇന്നത്തെ ഈ അന്വേഷണം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ ചിന്തോദ്ദീപകമായ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.